ഹലോ കുട്ടികളെ, നമ്മളുടെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇങ്ങനൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കേണ്ട ആവശ്യകത നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ലീവുകൾ വല്ലാണ്ട് വരുന്നുണ്ട്. അപ്പൊ ആ ലീവുകൾക്കിടയിലും നമ്മുടെ പാഠഭാഗങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ എടുക്കുന്ന ക്ലാസ്സുകൾ നിർബന്ധമായി എന്ത് ചെയ്യണം, കാണണം. ഇത് കണ്ടിട്ട് മാത്രം അടുത്ത ക്ലാസ്സുകളിൽ വരാൻ പാടുള്ളൂ. മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ വീട്ടുകാരും ഇപ്പോൾ നല്ലൊരു സഹകരണം കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അവര് കുട്ടികൾ വായിക്കുന്നുണ്ടെന്ന് വല്ലാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അഭിനന്ദനം തരികയാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. കാരണം അവര് വിളിച്ച് വോയിസ് അയച്ചു തരുന്നുണ്ട്. എൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പൊ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സംശയം ഇതുവരെ ചോദിക്കാത്ത ഒരുപാട് കുട്ടികൾ അന്നന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ട ഇപ്പൊ വാട്സപ്പിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സംശയങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ക്ലാസ്സുകൾ വെച്ച് സംശയം തീർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ദിവസവും തുടരുക. ഇനി ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കുക. മാക്സിമം ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ സംവദിക്കുക. നിങ്ങളുടെ കുട്ടികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ അവരെ എന്ത് ചെയ്യാം, നല്ലൊരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം, 24 മണിക്കൂറും ഞങ്ങളോട് സംശയം ചോദിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു മാർക്ക്, ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് കിട്ടട്ടെ. അത് കിട്ടുമെന്ന് നല്ലൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടും രക്ഷിതാക്കളായ നിങ്ങളോടും ഞങ്ങൾ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയണത്. അപ്പോൾ എത്ര ബിസി ആണെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ പുലർത്തണം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ സമയം, ഇപ്പൊ ഈ ലീവുള്ള സമയത്തും കൂടെ ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം, ഈ ലീവിൽ പോലും അവരുടെ പഠനം നിലക്കാൻ പാടില്ല. ഒരിക്കലും പഠന ഭാഗത്തിൽ നിന്നും പോകാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫോഴ്സ്. ഇതിപ്പോ ഞങ്ങൾ 8ാം ക്ലാസ്സിലത്തെ കുട്ടികളെ നമ്മൾ ഓൾറെഡി എടുത്ത ഭാഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പാഠഭാഗങ്ങളിലേക്ക് പോവാം. ഫോഴ്സ് എന്താന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഇതിൽ കണ്ടു, പുള്ള്, പുഷ്, വലിക്കുക, തള്ളുക. ഇതിനൊക്കെ ഈ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിലൊക്കെ നമുക്കൊരു ഊർജം ആവശ്യമാണ്. അപ്പൊ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു, ഒരു വസ്തുവിന്റെ ഷേപ്പ് മാറ്റണോ, അല്ലെങ്കിൽ അതിന്റെ സൈസ് മാറ്റണോ, അല്ലെങ്കിൽ അതിന്റെ വോള്യം മാറ്റണോ, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ചേഞ്ച്, അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നിശ്ചലാവസ്ഥ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചലനാവസ്ഥ, ഇതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രയോഗിക്കുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബലം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. ഈ ബലത്തിനെ തന്നെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് സമ്പർക്ക ബലം, അതേപോലെ എന്താണ് അസമ്പർക്ക ബലം. മാത്രമല്ല ഈ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് സമ്പർക്ക ബലം എന്താണ്, സമ്പർക്ക ബലം അഥവാ സമ്പർക്ക രഹിത ബലം, ഈ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പർക്ക ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെന്ത്, സമ്പർക്ക ബലം. ഇനിയിപ്പോ വസ്തുവായിട്ട് സമ്പർക്കം ഇല്ലെങ്കിലോ, ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെന്ത്, സമ്പർക്കരഹിത ബലം അല്ലെങ്കിൽ അസമ്പർക്ക ബലം. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊരാളെ ഉന്തുകയാണ്, ഞാൻ തള്ളുകയാണെങ്കിൽ എൻ്റെ കൈ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരാളുടെ ശരീരത്തിൽ തട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആ ഒരു ബലത്തിനെ വിളിക്കുന്നത്, അപ്പൊ കൊടുക്കുന്ന ഒരു ബലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സമ്പർക്ക ബലം. അതിന് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കും. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്. ഇനി സമ്പർക്കമില്ല. ഉദാഹരണത്തിന് പറയാണ്, മാവിൽ നിന്ന് എന്ത് വീഴാണ്, മാങ്ങ വീഴാണ്. അപ്പൊ മാങ്ങ വീഴുന്ന ഇടയിൽ അവിടെ ഇടയിൽ എന്തെങ്കിലും ഒരു സമ്പർക്കം, എന്തെങ്കിലും ഒരു സാധനം കോണ്ടാക്ട് വന്നിട്ടുണ്ടോ, ഇല്ലല്ലോ. അത് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണം വഴിയാണ് എന്തുള്ളത്, ഭൂമിയിലേക്ക് വീഴുന്നത്. അപ്പൊ അതിനെന്ത് വിളിക്കാം, അവിടെ വസ്തുക്കൾ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കാം, അസമ്പർക്ക ബലം അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലം എന്ന് വിളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിൻ്റെതായ വർക്കുകളും തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾ
കുട്ടികളുടെ നോട്ടുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, ഈ നോട്ടുകളെല്ലാം കുട്ടികളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിന് വിടുക. ഇന്നിനി പുതുതായിട്ട് എടുക്കാൻ പോണ ആ ടോപ്പിക് എന്ന് പറയുന്നത് വിവിധ തര ബലങ്ങളെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചു, ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഷേപ്പ്, സൈസ്, വസ്തുവിന്റെ ആകൃതി, അതിന്റെ വലിപ്പം, അതേപോലെ അതിന്റെ ചലനാവസ്ഥ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ കഴിയുന്നത് എന്താണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബലം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ബലത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു വസ്തുവിന്റെ ആകൃതി മാറ്റാൻ പറ്റും, ഒരു വസ്തുവിന്റെ വ്യാപ്തം മാറ്റാൻ പറ്റും, ഒരു വസ്തുവിന്റെ സൈസ് വലിപ്പം മാറ്റാൻ പറ്റും, ഒരു വസ്തുവിന്റെ ചലനത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇതിനൊക്കെയാണ് എന്ത്, ബലം എന്ന് പറയുന്നത്. ബലത്തിന് ഇതെല്ലാം കഴിയുമെന്നാണ് ഇൻഡയറക്ട്ലി ആ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പൊ ബലം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല. നമ്മൾ കുറച്ച് കൂടുതൽ ബലങ്ങൾ പഠിക്കുന്നുണ്ട്, ബലത്തിന്റെ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ബലത്തിന്റെ പേരാണെന്ത്, മസ്കുലാർ ഫോഴ്സ്. അതിന്റെ പേര് തന്നെ ഉണ്ട് പേശി ബലം. ഈ പേശി ബലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിട്ടുള്ള, നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് പേശികൾ. ഈ പേശികൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യില്ല. ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ നടക്കുക, അതിനൊക്കെ നമ്മൾ ഈ പേശികളിലൂടെയാണ് ബലം പ്രയോഗിക്കുന്നത്. ഈ പേശികളാണ് നമുക്ക് അങ്ങനെ ഒരു ബലം തരുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, മസ്കുലാർ ഫോഴ്സ് അഥവാ പേശി ബലം. എന്ന് വെച്ചാൽ മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേശി ബലമാണ്. നമ്മളൊക്കെ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ പേശി ബലമാണ്. ഇതൊരു ടൈപ്പ് ബലമാണ്. ഇനി അടുത്തൊരു ബലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കളിച്ചിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. കാന്തം, മാഗ്നറ്റ് എന്ന് പറയും. മാഗ്നറ്റിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപോലത്തെ പോളുകൾ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മാഗ്നറ്റിന് 2 പോളുകൾ ഉണ്ട്, എസ്സും ഉണ്ട് എന്നും ഉണ്ട്. അപ്പൊ എസ്സും അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, അത് വികർഷിക്കും. കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു മാഗ്നറ്റ് പിന്നിൽ ഇങ്ങനെ വെച്ചിട്ട് വേറെ കാറിന്റെ മാഗ്നറ്റ് വെച്ചിട്ട് ആ മാഗ്നറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാർ ഇങ്ങനെ നീങ്ങുന്ന കണ്ടിട്ടില്ലേ. പിന്നെ ചില സാധനങ്ങൾ അടുത്ത് വെക്കുന്ന സമയത്ത് മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് കാണാം. അപ്പോൾ എസ്സും നമ്മൾ സൗത്ത് പോളും ഉണ്ട് നോർത്ത് പോളും ഉണ്ട്. അതിൽ സൗത്തും എന്ത് ചെയ്യും, ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. അതേപോലെ നോർത്തും ഒരിക്കലും എന്ത് ചെയ്യൂല, ഒട്ടിപ്പിടിക്കില്ല. എപ്പോഴാണ് ഇത് ആകർഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തും നോർത്തും ആണ് ആകർഷിക്കുക. കണ്ടില്ലേ, 2 കാന്തങ്ങൾ തമ്മിൽ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടാവും കാന്തം കൊണ്ട്. അപ്പൊ ആ കാന്തത്തിനൊക്കെ എന്താണ്, ഈ കാന്തത്തിന്റെ അവിടെ ഉണ്ടാകുന്ന ബലത്തെയാണ് എന്ത് വിളിക്കുന്നത്, കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ്. കാന്തത്തിന് അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഡെഫിനേഷൻ നമ്മൾ പഠിക്കണം കേട്ടോ. കുട്ടികളെ ഇതൊക്കെ എഴുതണം. നിങ്ങൾ എന്തായാലും ഇത് എഴുതിയിട്ടേ പോകാൻ പാടുള്ളൂ. കാന്തത്തിന് ആകർഷണം വികർഷണ സ്വഭാവമുണ്ട്. നമ്മൾ പഠിച്ചു, കാന്തത്തിന് എന്തുണ്ട്, ആകർഷിക്കാനും കഴിയും, അതേപോലെ അതിനെ വികർഷിക്കാനും കഴിയും. ഈ ബലത്തെയാണ് എന്ത് വിളിക്കുന്നത്, കാന്തിക ബലം എന്ന് വിളിക്കുന്നത്. നമ്മൾ 2 ബലങ്ങളെ കുറിച്ച് പഠിച്ചു. പേശിക ബലമുണ്ട്, അതേപോലെ എന്തുണ്ട്, കാന്തിക ബലമുണ്ട്. മനുഷ്യനും മൃഗങ്ങളൊക്കെ പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലത്തിന്റെ ഏത് വഴിയാണ് ബലം പ്രയോഗിക്കുന്നത്, ഞങ്ങളുടെ പേശികൾ വഴിയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് പേശിക ബലം. ഇനി കാന്തത്തിൽ അതിന് ആകർഷണവും വികർഷണവും നടക്കുന്നില്ലേ, അപ്പൊ ആ ഒരു ബലത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, കാന്തിക ബലം എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കുക. എ മാഗ്നറ്റ് ഹാസ് പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കാൻ കഴിയും, ആൻഡ് റിപ്പൽഷൻ, അതിനെന്തും കഴിയും, വികർഷിക്കാനും കഴിയും. ഈ ഒരു ഫോഴ്സ്, ദിസ് ഫോഴ്സ് അപ്ലൈഡ് ബൈ എ മാഗ്നറ്റ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിനാണ് ഇങ്ങനെ ഒരു കഴിവുള്ളത്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് നമ്മൾ എന്ത് വിളിക്കും, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. നമുക്കിനി അടുത്ത ഒന്ന് പഠിച്ചു നോക്കാം. അടുത്ത ബലം, ഈ ഒരു ബലം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് സ്കെയിലിൽ തലയിൽ ഉരച്ചിട്ട് പേപ്പർ അട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരത്തിൽ ബലം നടക്കുന്നുണ്ട്. എപ്പോഴും പ്ലാസ്റ്റിക്കും, പിന്നെ അത് മാത്രമല്ല, ചെറു പ്രായത്തിൽ നമ്മൾ തലയിൽ ഉറങ്ങുന്ന സമയത്ത് തലയിൽ കമ്പിളിപ്പുതപ്പ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ചില പൊട്ടിത്തെറികൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാം പല കുട്ടികളും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ചില കുട്ടികൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഉദാഹരണത്തിന് മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ആ ഒരു ഇതിനെ വിളിക്കുന്നതാണ് സ്ഥിത വൈദ്യുതി ബലം. ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്, നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ വസ്തുക്കൾ തമ്മിൽ അട്രാക്ഷൻ നടക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ഥിര വൈദ്യുതി ബലം അല്ലെങ്കിൽ സ്ഥിര ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്.
അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഇനി എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഈ സ്ഥിര വൈദ്യുതിയെ കുറിച്ചൊരു പാഠം തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പാഠത്തിന് വേണ്ടിയുള്ള ചെറിയൊരു കാര്യമാണ് ഈ ഒരു ബലങ്ങളിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ വീണ്ടും പറയാണ്, ഇതില് നമുക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സുകളാണുള്ളത്. ഭൂമിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഫോഴ്സുകളാണുള്ളത്. ഒരു പോസിറ്റീവ് ചാർജുകളും പിന്നെ ഒരു നെഗറ്റീവ് ചാർജും. ഈ നെഗറ്റീവും പോസിറ്റീവും ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യാം, ഒരു സ്ഥലത്ത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ബലമാണ് ഈ ഇലക്ട്രോ സ്റ്റാറ്റിക് കറന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ കൃത്യമായി പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഒന്നുകൂടെ പറയാണ്, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഇത് സ്ഥിത വൈദ്യുത ബലം കാരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകർഷിക്കാൻ കഴിയുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിത വൈദ്യുതിയാണ്. ഇനി അടുത്തൊരു ബലമുണ്ട്, കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഭൂമി നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂഗോളത്തിൽ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാസ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ഉള്ള എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട്. ആ സാധനത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ട്. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ ഭൂമി ഒരിക്കലും സൂര്യനെ വിട്ടു പോവില്ല. അത് മാത്രമല്ല, നമ്മളെ ഭൂമിനെ വിട്ടിട്ട് ആരും പോവില്ല, ചന്ദ്രനും പോവില്ല. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ബലത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക, ഇതും നമുക്ക് അടുത്ത കൊല്ലങ്ങളിൽ ഒരു പാഠമായിട്ട് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനെ കുറിച്ചിട്ട് കൃത്യമായൊരു മനസ്സിലാക്കല് നമുക്ക് അടുത്ത പാഠങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. മാത്രം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര ഇപ്പോ മാങ്ങ താഴേക്ക് വീഴുന്നതും സൂര്യൻ ഭൂമി സൂര്യനെ ചുറ്റുന്നതും ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നതിനൊക്കെ കാരണം ആരാണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും തമ്മിൽ അട്രാക്ട് ചെയ്ത് വെക്കുന്ന, തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന ഈ ബലത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. നമുക്കിനി അടുത്ത ബലത്തിലേക്ക് പോവാം. ഇപ്പോ ചലനവുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണത്തിന് പറയാണ്, ഒരു ഫാന് കറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കറങ്ങുക, മാത്രമല്ല നടക്കുക, അത് മാത്രമല്ല ചലനവുമായിട്ട് ഒരു വസ്തു ചലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബലമാണെങ്കിൽ ആ ചലിക്കാൻ സാധിപ്പിക്കുന്ന ആ ബലത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? യാന്ത്രിക ബലം. ഉദാഹരണത്തിന് ഫാന് കറങ്ങുന്നത് നമുക്ക് എന്താക്കി കൂട്ടാം? യാന്ത്രിക ബലമായിട്ട് കൂട്ടാം. ഒരു ടയർ കറങ്ങുന്നത് നമുക്ക് എന്ത് ചെയ്യും? യാന്ത്രിക ബലമായിട്ട് കൂട്ടാം. ഒരു റോബോട്ട് കൈ അനക്കുന്നത് എന്താക്കി മാറ്റാം? യാന്ത്രിക ബലമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്? യാന്ത്രിക ബലങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പോ മറ്റൊരു ബലം, ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ഇപ്പൊ വരും ടോപ്പിക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് സംസാരിക്കും. ഉദാഹരണത്തിന് പറയാണ്, ഒരു വസ്തു, ഉദാഹരണത്തിന് നമ്മൾ തന്നെയാണ്, നമ്മൾ നടക്കുകയാണെങ്കിൽ, നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് എതിരെ നമ്മൾ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലം നിലം നമുക്ക് തിരിച്ചു തരും. ഉദാഹരണത്തിന് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഈ നീങ്ങുന്ന വസ്തുക്കൾ തമ്മിൽ പരസ്പരമുള്ള മോഷൻ, പരസ്പരമുള്ള ഒരു ചലനത്തിന് എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും, അതിന് എതിരെ പ്രവർത്തിക്കും, ഇവനെ സ്ലോ ആക്കാൻ നോക്കും. ഉദാഹരണത്തിന് നമ്മൾ രണ്ടാളും ഓടുകയാണെങ്കിൽ, രണ്ട് കുട്ടികൾ ഓടുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിയിടിച്ച് സംഭവിക്കുക, അവർക്ക് തമ്മിലുള്ള സ്പീഡ് കുറയും. അപ്പൊ അങ്ങനെ ആ സ്പീഡ് കുറയാൻ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള മോഷന് തടസ്സപ്പെടുത്തുന്ന ആ ഒരു ബലത്തിനെ വിളിക്കുന്ന പേരാണിത് ഘർഷണ ബലം. ഉദാഹരണത്തിന് പറയും, ബോള് ഉരുട്ടി വിടുകയാണ്. അപ്പൊ ബോള് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കൂലേ? അപ്പൊ നിൽക്കാൻ കാരണം എന്താ? ആ ബോളും ആ നിലവും തമ്മിലുള്ള ഒരു ഘർഷണ ബലം കാരണമാണ്. കാരണം ബോള് നീങ്ങിക്കൊണ്ട്, നിലത്തിന്റെ മുകളിലൂടെ ബോള് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോളിനെ ആര് പിടിച്ചു നിർത്താൻ ശ്രമിക്കും? ഈ നിലം പിടിച്ച് നിർത്താൻ ശ്രമിക്കും. ആ ശ്രമിക്കുന്നതിന് ഫലമായിട്ട് അവിടെ നടക്കുന്ന ആ ബലത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം. ഈ ഘർഷണ ബലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം.
അപ്പൊ ഈ ഘർഷണ ബലം ശ്രദ്ധിച്ചു കാണാം. ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം, നമ്മൾ കാണുന്ന എല്ലാ സർഫസുകളും പൊടി വസ്തുവിന്റെ പ്രതലം കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ പ്രതലത്തിന് എന്തല്ല, സ്മൂത്ത് ഒന്നല്ല. കാരണം അതിനെ ഒന്ന് വലുതാക്കി ഒന്ന് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഒരുമാതിരി ഗട്ടർ പിടിച്ചുള്ള റോഡ് പോലെയൊക്കെ ആയിരിക്കും. ഒരു അൺഈവൻ സർഫസ് ആയിരിക്കും. ഒരു കൃത്യമായ നിരയ ഒരു മിനുസമുള്ള ഒരു സർഫസ് ആണെങ്കിൽ പോലും, മിനുസമുള്ള ഒരു തലമാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നമ്മൾ വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത്ര മിനുസൊന്നും ഉണ്ടാവില്ല. ഈ ഒരു അൺഈവൻ സർഫസ് ആണ് എന്തിനു കാരണം, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്താൻ കാരണം. ഇപ്പൊ ഉദാഹരണം ആലോചിച്ച് നോക്ക്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡാണെന്ന് വിചാരിക്കുക, നല്ല ഗട്ടറുള്ള റോഡാണ്. ഞാനൊരു പന്ത് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ഏത് പന്തായിരിക്കും ഏറ്റവും സ്പീഡിൽ പോവുക? ഉറപ്പായിട്ടും സ്മൂത്തായ റോഡിലൂടെയുള്ള പന്തല്ലേ പോവുക. കാരണം അവിടെ എന്തില്ല, തടസ്സം കുറവാണ്. കാരണം അവിടെ ഈവൻ സർഫസുകളാണ്. ആ സർഫസ് എന്താണ്, നല്ല സ്മൂത്ത് ആണ്. പക്ഷേ മറ്റ് സർഫസിലോ അവിടെ കുണ്ടും കുഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിന് തടസ്സപ്പെടുത്തും? ആ പന്തിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തും. അപ്പൊ നമുക്ക് പറയാം, ഈ സ്മൂത്ത് റോട്ടില് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്, എന്നാൽ മറ്റേ റൂട്ടിലോ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ട് വിധത്തിൽ, ഇത് നമുക്ക് ഒന്നുകൂടെ പറയാം. ഇതിന്റെ ഡെഫിനിഷൻ, ബൈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു പ്രതലത്തിൽ മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിലുള്ള അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഈ ബലമാണെന്ത്? ഘർഷണ ബലം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. വെൻ എ ബോഡി moves or tend to move on the surface of another body, a force is experienced parallel to the surface, which opposes the relative motion between them. This is friction. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഈ വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യും? മറ്റേതിന്റെ, നമ്മളിപ്പോ നമ്മളെ മുകളിലൂടെ പോകുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അവന്റെ മോഷൻ തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ബലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ നിലത്തിലൂടെ ഒരു ബോൾ പോവുകയാണെങ്കിൽ നിലം എന്ത് ചെയ്യും? നിലം സ്റ്റേഷനറി ആയിട്ട് നിൽക്കല്ലേ, നിലം അവിടെ അനങ്ങാതെ നിൽക്കല്ലേ. അപ്പൊ അനങ്ങുന്ന വസ്തുവിനെ ആര് നിർത്തും? നമ്മളെ നിലം നിർത്തും. അപ്പൊ ആ ഒരു ബലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഘർഷണ ബലം. അങ്ങനെ ഘർഷണ ബലം എത്ര വിധത്തിലുണ്ടെന്ന് അറിയോ? ഘർഷണ ബലം രണ്ട് വിധത്തിലാണ് ഉള്ളത്. ഒന്ന്, ഈ കുറച്ച് കുട്ടികൾ ചെയ്യുന്ന കണ്ടില്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്ക്. ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചു നോക്കുക. ഒരാള് വലിക്കും ചെയ്യുന്നു, മറ്റാളോ ഉരുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ രണ്ട് ചിത്രത്തിൽ ഏതായിരിക്കും ഈസി ഉണ്ടാവുക? ഒന്ന് പറഞ്ഞാണ്. ഏതായിരിക്കും? ഈ കുട്ടികൾ ഉരുട്ടുന്ന ഇതിനാണോ ഈസി കൂടുതൽ ഉണ്ടാവുക, അതോ വലിക്കുന്നതിനാണോ കൂടുതൽ ഈസി ഉണ്ടാവുക? ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ഏതായിരിക്കും ഈസി ഉണ്ടാവുക? ഉരുട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്, ഉരുട്ടുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന് മുകളിൽ ഉരുട്ടി നീക്കുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണിത് ഉരുളൽ ഘർഷണം അഥവാ റോളിംഗ് ഫ്രിക്ഷൻ. ഇനി ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്നതാണ് നിരങ്ങൽ ഘർഷണം. അപ്പോ ശ്രദ്ധിക്കുക, ഈ രണ്ട് ഘർഷണങ്ങളും. അപ്പോൾ മേലെ കൂടെ ഉരുട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഉരുളൽ ഘർഷണം അഥവാ റോളിംഗ് ഫ്രിക്ഷൻ എന്നും, ഇനി നിരക്കി നീക്കുകയാണെങ്കിലോ അതിനെ വിളിക്കുന്ന പേര് നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നാണ്. ഇപ്പോ ഇത് രണ്ടിലും നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ ചിത്രം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഉരുളൽ ഫ്രിക്ഷൻ അഥവാ റോളിംഗ് ഫ്രിക്ഷൻ ആണോ അതോ നിരങ്ങൽ ഘർഷണം അതോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ ഏറ്റവും നല്ലത്? നിങ്ങൾ തന്നെ പറ. ഞങ്ങൾ നേരത്തെ ചിത്രം കണ്ടതല്ലേ, അപ്പൊ ചിത്രം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ? ഉരുട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഫ്രിക്ഷൻ ഏതിനാ കുറവുണ്ടാവുക? ഉറപ്പായിട്ടും ഉരുളൽ ഘർഷണത്തിനായിരിക്കും കുറവുണ്ടാവുക, അഥവാ റോളിംഗ് ഫ്രിക്ഷൻ ആണ് കുറവുണ്ടാവുക. വെൻ എ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി. എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്? ഏതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്കാണ്? എന്ത്? റോൾസ് ഓവർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്കാണ്
റോൾസ് ഓവർ. ആ റോൾസ് ഓവർ, ഒരു വസ്തുവിന്റെ മുകളിലൂടെ റോൾസ് ഓവർ ചെയ്യുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? എന്താ വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലിൽ കൂടെ ഉരുട്ടി നീക്കുമ്പോൾ അല്ലെങ്കിൽ റോള് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? ഉരുള് ഫ്രിക്ഷൻ അഥവാ റോളിംഗ് ഫ്രിക്ഷൻ. ഇനി ഒന്നിന്റെ മുകളിൽ, ഇതിന്റെ പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? സ്ലൈഡ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേൽ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവുന്ന ഘർഷണം ഏതാണ്? നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലും ഈ ഒരു ഘർഷണത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇതിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ കുട്ടികൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ 1, 2, 3 തവണ കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മാത്രമല്ല ഈ കാണിച്ചു തന്ന എല്ലാ സാധനങ്ങളും എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതുക. കാരണം ഇത് വേറെ സമയത്തേക്ക് മാറ്റി വെക്കേണ്ട. ഇപ്പൊ തന്നെ നോട്ടുകളെല്ലാം ക്ലിയർ ആയിട്ട് എഴുതുക. അപ്പോൾ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ ഈ നമ്മൾ ഇനിയിപ്പോ ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഫ്രിക്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ചുറ്റുഭാഗങ്ങളിൽ ഫ്രിക്ഷൻ കാരണം നല്ല കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അതേപോലെ കുറച്ച് ചീത്ത കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? വണ്ടി സ്പീഡിൽ പോവാണ്. ഒരു വണ്ടി സ്പീഡിൽ പോവാണ്, അപ്പൊ നമ്മൾ ബ്രേക്ക് പിടിക്കില്ലേ? അപ്പൊ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി നിൽക്കുന്നില്ലേ? ആ നിൽക്കാനുള്ള പ്രധാന കാരണം എന്ത് തന്നെയാണ്? ഫ്രിക്ഷൻ. ഞാൻ പറഞ്ഞു, ഒരു വസ്തുവിന്റെ ചലനത്തിനെ എതിർക്കുന്ന ബലമാണെന്ത്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കാം. ഈ ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞാൽ നമ്മളെ പാഠം ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. ഒന്ന് നോക്കിക്കോ, ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതില് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ബലത്തിന്റെ നല്ല ഗുണങ്ങളുണ്ട്, അതേപോലെ ചീത്ത ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫ്രിക്ഷൻ കാരണം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു മോഷൻ ഉണ്ടാവുകയാണ്. ഈ മോഷനെ ആരെതിർക്കും? ഈ തീപ്പെട്ടി എതിർക്കും. ആ എതിർക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്, അവിടെ ഒരു ഘർഷണം ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ തീപ്പെട്ടി കത്തുന്നത്. അപ്പൊ ഇത് നല്ലൊരു കാര്യമല്ലേ? നമുക്ക് തീ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ തീപ്പെട്ടി ഉരക്കുന്നത് നല്ലൊരു കാര്യമായതുകൊണ്ട് അതിനെന്ത് ചെയ്യാം, നമുക്ക് നല്ലതാണെന്നുള്ളത് എഴുതി വെക്കാം. ഇനി അടുത്തത് യന്ത്രങ്ങളുടെ തേയ്മാനം. ഇപ്പൊ ഒരു വസ്തു കറങ്ങാണ്. വെയർ ആൻഡ് ടിയർ ഇൻ മെഷീൻ. വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം യന്ത്രങ്ങളുടെ തേയ്മാനം. നമ്മളിപ്പോ യന്ത്രങ്ങൾ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളായിരിക്കും. അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തേഞ്ഞു പോയാൽ പിന്നെ അത് ശരിക്കും വർക്കാവുമോ? അപ്പൊ ഇത് ഫ്രിക്ഷന്റെ ഒരു എന്താണ്? പോരായ്മയാണ്. അപ്പൊ അത് ഫ്രിക്ഷന്റെ പോരായ്മ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു എക്സ് മാർക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അടുത്തത് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഫ്രിക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? വസ്തു എടുത്തിട്ട് അപ്പുറത്ത് വെക്കാനും അവിടെയുള്ള വസ്തു ഇങ്ങോട്ട് എടുക്കാനും ഒരു വസ്തുവിനെ പിടിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ നല്ലൊരു കാര്യമല്ല അത്? അപ്പൊ അത് ഫ്രിക്ഷന്റെ നല്ല ഗുണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പെടുത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തറയിലൂടെ നടക്കാൻ കഴിയുന്നു. എന്താണ്? വാക്കിംഗ്. എന്താണ്? വാക്കിംഗ്. അപ്പൊ നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട്? നമ്മൾ തറയിലൂടെ നടക്കാന്ന് വെച്ചാൽ നമ്മളുടെ കാല് എന്തിനെതിരെയാണ്? തറക്കെതിരെ. അപ്പൊ തറ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഫോഴ്സിനെ എതിർക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു ബലത്തിനെ എതിർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉന്തും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? നടക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം ഫ്രിക്ഷൻ. ഇപ്പൊ നമ്മുടെ സാധാരണ നിലത്ത് ഒരു കുറെ അൺഈവൻ സർഫസ്, അതിന്റെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും, കുറച്ച് ബലമൊക്കെ ഉണ്ടാവും, റോഡ് പോലെ. ഇപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് ഏത് സ്ഥലത്താണ് നിന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ 2 കണ്ടീഷൻസ് പറയാം. ഒന്ന്, നിറച്ച് വെള്ളമുള്ള ഒരു ടൈൽസ് ഇട്ട മുറി. മറ്റേതോ കുറച്ച് കല്ലുള്ള സ്ഥലം. നിങ്ങൾക്ക് ഏതിലൂടെ നടക്കാൻ പറ്റുക? സാധാ റോഡ് എന്ന് പറയാം, നമുക്ക് ആ റോഡും പറയാം. അതേപോലെ ഒരു ടൈൽസ്, ആ ടൈൽസിന്റെ മുകളിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് കാല് വഴുതി പോവില്ലേ? ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോഴാണ് കാല് വഴുതി പോവുക. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നല്ല പിടുത്തം കിട്ടും, കാല് നല്ല പിടുത്തം കിട്ടും. അപ്പൊ ഈ കൃത്യമായി നടക്കാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? അവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഒരു നല്ല വശമാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളത്തിലൂടെ ചവിട്ടിയിട്ട് ടൈൽസിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളം കാരണം നമുക്ക് എന്ത് നടക്കും? ഫ്രിക്ഷൻ നഷ്ടപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നടക്കാൻ പറ്റാതെ അവിടെ വീഴും. അപ്പൊ ഇത് തറയിലൂടെ നടക്കാൻ കഴിയുന്നത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അടുത്തത്, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു. ഇപ്പൊ വാഹനത്തിന്റെ ടയറുകൾ കണ്ടിട്ടുണ്ടാവും, കുറെ ചാലുകൾ ഉണ്ടാവും.
കുറേ ത്രെഡുകൾ ഉണ്ടാവും, നമ്മുടെ ത്രെഡ് മാർക്കുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എന്തിനാ? അത് കൃത്യമായി എന്ത് ചെയ്യാം, സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്, വണ്ടിയുടെ ടയർ സ്ലിപ്പായി പോയാലോ, ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കും? സ്ലിപ്പായി പോകും, വണ്ടി ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ സ്ലിപ്പ് നടക്കാതിരിക്കാൻ നമ്മൾ ഫ്രിക്ഷൻ കൂട്ടുകയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെയും ഫ്രിക്ഷൻ എന്താണ്? ഒരു ഹീറോ ആണ്. അതുകൊണ്ട് ആ വണ്ടിക്ക് സുഗമമായിട്ട് പോവാൻ പറ്റും. അടുത്തത്, നമ്മൾ ടയർ തേഞ്ഞ് തീരുന്നു, വെയറിംഗ് ഔട്ട് ഓഫ് ടയർ. അത് നല്ലൊരു കാര്യമാണോ? വണ്ടി ഇങ്ങനെ കുറേ ഓടുമ്പോൾ നമുക്കിങ്ങനെ ടയർ ഇങ്ങനെ എല്ലാം ഇടക്കിടക്ക് മാറ്റാൻ ഇങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ടയർ തേഞ്ഞ് പോണത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഫ്രിക്ഷന്റെ ഒരു നെഗറ്റീവ് വശമാണ്. അത് മാത്രല്ല, വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ബുദ്ധിമുട്ട് വരൂലേ? അത് മാത്രല്ല, വണ്ടി ഈ ഫ്രിക്ഷൻ കൂടിയ റോഡ് കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ കട്ട റോഡ് കൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ വേണ്ടി വരും, കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. അപ്പൊ ഫോഴ്സിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കും. നല്ല സ്മൂത്ത് റോഡാണെങ്കിലോ വലിയ കുഴപ്പമുണ്ടോ? ഇല്ല, മെല്ലെ കൊടുത്താലും വണ്ടി പോകും. അപ്പോൾ ഈ കൂടുതൽ ഈ ഫ്രിക്ഷൻ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പൊ കൂടുതൽ ഫ്രിക്ഷൻ വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് നടക്കും? ഇന്ധന നഷ്ടം കൂടും. എന്ന് വെച്ചാൽ കൂടുതൽ പെട്രോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കിൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ ഞാൻ പറഞ്ഞു തരാം. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഘർഷണം ഗുണകരമായ സന്ദർഭവും ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭവും, ഈ രണ്ട് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. അത് മാത്രല്ല, ഇത് എഴുതിയെടുക്കേണ്ടത് മുകളിൽ നിന്നുള്ള ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ അത് എഴുതിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ മാത്രമല്ല, ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിൽ എഴുതിയെടുക്കണം. നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണത്? പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ഈ ഒരു കാര്യത്തിലൂടെ എന്താണ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പാക്കി അതാത് അധ്യാപകരെ എന്ത് ചെയ്യുക? വാട്സപ്പ് മുഖേന അറിയിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഉത്തരവാദിത്തമുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾ വായിക്കുന്നുണ്ടെന്ന് വോയിസ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കീപ്പ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. ഈ സ്കൂളില്ലാത്ത സമയത്ത് പോലും കുട്ടികൾ എന്ത് ചെയ്യണം? ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ, പഠന കാര്യങ്ങളിൽ നിന്നും വഴുതി പോവാതെ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാം? അവരെ നോക്കി നല്ലൊരു മാർഗത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പോൾ കുട്ടികൾ ഇത് നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. അപ്പോൾ ഇതിന്റെ നോട്ടുകളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതുവരേക്കും നന്ദി.